ഇന്നത്തെ ആദ്യത്തെ പൊളിറ്റിക്കൽ അവാർഡ് 180 കോടി കളക്ട് ചെയ്ത മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം പുലിമുരുകൻ അവാർഡ്. നമസ്കാരം സർ. സർ, ഈ അവസരത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, അത് കുതിക്കാനാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ആ പുലിയുടെ മടയിൽ പോയി പുലിയെ കൊല്ലണം. അതാണ് എനിക്കിഷ്ടം. അപ്പൊ ഈ അവാർഡ് പ്രതീക്ഷ പ്ലീസ് ഹാൻഡ് ഓവർ ദി അവാർഡ്. പുലിമുരുകൻ അവാർഡ്. എനിക്ക് ഇപ്പോ വളരെ സന്തോഷമായി. കാരണം നിയമസഭയില് ഗർജിക്കുന്ന ഒരു പുലിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുൻപിൽ അദ്ദേഹത്തെ പേടിപ്പിക്കാൻ വേണ്ടി വരാൻ പറ്റിയതില് സർ, പേടിപ്പിക്കണം തോന്നലാണ്. അതായത് എന്റെ നാട്ടില് ഒരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിലും സ്വന്തം പുറയുടെ തൂണിനെങ്കിലും പേടി വേണമെന്ന്. ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ അനക്ക് മനസ്സിലാക്കിക്കേണ്ടി വരും. അതൊരു കാര്യം സത്യം കേട്ടോ, യഥാർത്ഥ പിണറായി സഖാവ, ഒരു സംശയം. ആ സൗണ്ടും ആ നടപ്പും ആ ചെറിയ കൂരും അതൊക്കെ പോലീസിന് ഇടിപേടിച്ചതാ. നിങ്ങൾക്ക് അറിയില്ല പറയാം. അതായത് കാര്യങ്ങളൊക്കെ ഇതെല്ലാം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിക്കേണ്ടി വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം ഏറ്റിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് സഖാവ് പിണറായി. അത് ജോസഫ് മാത്യു സിറ്റി കമ്മീഷണർ, കണ്ണൂർ SP ആയി അന്ന് കരുണാകരൻ അവിടെ പോസ്റ്റ് ചെയ്തതാണ്. മനഃപൂർവ്വം ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്. വളരെയേറെ ഇപ്പോഴും തിരുമാൻ പോകുന്ന ഈ സഖാക്കന്മാരെല്ലാം തിരുമാനുള്ള ജോലി, കാരണം പഴയ തൊഴിയുടെ ഭാഗമാണ്. പിണറായി സഖാവും അങ്ങനെ തിരുമിയാണ് ജീവിക്കുന്നത്. സത്യത്തിൽ നല്ലോണം മർദ്ദനം ഏറ്റിട്ടുള്ള ആളാണ്. ത്യാഗം അങ്ങനെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. അതിന് തന്നെയാണല്ലേ ഈ വെയിലത്ത് വാടാത്ത ചങ്കൂറ്റം ഉണ്ടായത് അല്ലേ? താങ്ക് യു സർ, താങ്ക് യു. പൊളിറ്റിക്കൽ അവാർഡ്സ് 2016 അടുത്ത കാറ്റഗറി മികച്ച 2 ചിത്രങ്ങളുടെ പേരിലുള്ള അവാർഡാണ്. ചിത്രങ്ങൾ ഏതൊക്കെയാണ് പ്രതീക്ഷ? കട്ടപ്പനയിലെ ഋതിക് റോഷൻ ആൻഡ് ഇടുക്കി ഗോൾഡ്. അതെ, നമ്മളെയൊക്കെ നിയമസഭയിലെ മണിമുഴക്കം. മിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെട മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ അടിറസാട്ടി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. സർ, ഈ അവസരത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, എല്ലാ സമ്മേളനത്തിനും എന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ PC ജോർജ് എന്നെ വിളിക്കാറുന്നില്ല. എന്താണ് സാറേ ഇത്? ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ? ഇവിടെ ഒന്നും വല്ല മണ്ടത്തരവും പറയുന്നത് ആണല്ലേ? മനസ്സിലാവാനെ പറ്റി അങ്ങനെ ഞാൻ അഭിപ്രായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്രയും ത്യാഗം ചെയ്ത, ഇത്രയും പഴക്കമുള്ള ഒരു നേതാവ് അദ്ദേഹം അറിയാമോ? പിന്നെ പഴയ 4ാം ക്ലാസ്സിൽ ഗുസ്തിയാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഒരു ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെ സ്നേഹം, CPI-ക്കാർ മാത്രമല്ല മണിസഖാവിനെ സ്നേഹിക്കുന്നത്, മുഴുവൻ ഇടുക്കിക്കാരും മണിസഖാവ് സ്വന്തമാണ്. കേട്ടില്ലേ? ഇപ്പൊ മണ്ടത്തരം പറഞ്ഞോ? അതെ. ഇനി അങ്ങനെ വേഷം കെടുത്താൽ ഞാൻ ഫീസ് ഊരും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാർ, ഈ അവാർഡ് സ്നേഹത്തോടെ സ്വീകരിച്ചാലും കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഇടുക്കി ഗോൾഡ് അവാർഡ്. ഇങ്ങനെ അവാർഡ് തന്നില്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊല്ലും, ഒരാളെ തല്ലിക്കൊല്ലും, ഒരാളെ വെടിവെച്ച് കൊല്ലും. അത് ഞാൻ പറയൂല. അത് പറയില്ല, പക്ഷെ പുള്ളി എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ഈ കൊല്ലും എന്നുള്ള കാര്യം. ശരി, വലിയ ഓക്കെ. അതുകൊണ്ട് 2016 പൊളിറ്റിക്കൽ അവാർഡ് ഒപ്പത്തിനൊപ്പം. അതെ, ഒപ്പം അവാർഡ് ഇത്തവണ കിട്ടുന്നത് ഒപ്പത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം രാമച്ചൻ. ആ രാമച്ചൻ അവാർഡ് കിട്ടുന്നത് വേറെ ആർക്കുമല്ല, ഉമ്മച്ചൻ. ലെറ്റ്സ് വെൽക്കം ഉമ്മച്ചൻ എവരിബഡി.
മേലോടി കഥകൾ പാടിയുറക്കാം. നമസ്കാരം സർ. ആരാ സാർ ഈ കുട്ടി? എനിക്ക് എന്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയാണ്. അപ്പൊ എന്റെ കൂടെ എപ്പോഴും ഇവൾ ഉണ്ടാവും. അതാണ് എന്റെ ഒരു വിജയം. ഓ അത് ശരി. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്താ സർ? പ്രതിപക്ഷത്തിരിക്കുന്നവരെ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ താങ്കളെ പോലും എനിക്ക് കാണാൻ മേലാത്ത അവസ്ഥയാണ്. അയ്യോ ഇത്രയും വലിയ ഞാൻ വന്നിട്ട് അതെ. അതുപോലെ തന്നെ ഇവിടെ PC ജോർജ് സാറുണ്ട്, ടിനി ടോം ഉണ്ട്, ഇന്ദ്രൻ സാർ, എല്ലാരും ആരെ എനിക്ക് കാണാൻ പറ്റുന്നു. കാണാതെ ഇവരെ കൊണ്ടുവന്നെന്ന് അറിയാം. അതാണ് കേരളം കണ്ട ഏറ്റവും ദീനാനുകമ്പയുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ദീനാനുകമ്പ 100% 100% അദ്ദേഹം പ്യൂറാണ് ആ കാര്യത്തിൽ. പ്രവർത്തകർക്കെല്ലാം മാതൃകയാണ് അദ്ദേഹം. പ്രശ്നം സൗരോർജ്ജമായി, ഇല്ലെങ്കിൽ ഇത്രയും നല്ല മനുഷ്യൻ യാതൊരു സംശയമില്ല. എനിക്ക് ദുഃഖമുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇത്രയും നല്ല മനുഷ്യൻ, മനുഷ്യത്വമുള്ളവൻ, മനുഷ്യ സ്നേഹി, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും മുഴുവൻ മനുഷ്യനും പ്രാപ്യനാണ് അദ്ദേഹം. പക്ഷെ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ സ്നേഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആ കൊച്ചു കയ്യിലിരിക്കുന്നതാ, വേറെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം അല്ലേ? തിരിച്ചു വന്നാൽ നന്നായി. മഴ 75 മതിയെന്നേ. എന്തെങ്കിലും വേട്ടെ. അവാർഡ് സ്വീകരിക്കും. മോളെ കാണാൻ പറ്റും. മോളും കൂടെ ഒന്ന് പിടിച്ച് സ്വീകരിച്ചോട്ടോ. ഓക്കേ, മോള് പിടിച്ചോട്ടോ. ബാക്കി ഇനി അടുത്ത വർഷം അടുത്ത അവാർഡിൽ കാണാം സാർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഏറ്റവും നല്ല റൊമാൻറ്റിക് ഹീറോയ്ക്കുള്ള അവാർഡാണ് പൊളിറ്റിക്കൽ അവാർഡ് 2016 അടുത്ത അവാർഡ് ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയുടെ പേരിലുള്ള അവാർഡാണ്. Yes. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഗാനം വന്നിട്ടുള്ള പൂമരം എന്ന് പറയുന്ന ചിത്രത്തിലെ അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. പൂമരം പറയുന്ന ചിത്രത്തിന്റെ പേരിലുള്ള അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. ഞാനും 40 പേര്, കൂടെ ഞാനും ചേർന്നുണ്ടാക്കി. എന്റെ ആളും 40 പേര്. അങ്ങനെ ആ 40 പേരുമായി ചേർന്ന് പാർട്ടി ഉണ്ടാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഖാവിന് കൊടുക്കുന്ന അവാർഡാണ്. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. സർ നമസ്കാരം. സർ അവാർഡ് സ്വീകരിച്ചാലും നമസ്കാരം. ഗിറ്റാർ ഒന്ന് പിടിക്കൂ. സർ ആദ്യം അവാർഡ്, എന്നിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാനും എന്റെ ആളും 40 പേരും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കി. പാർട്ടി ഞാൻ നോക്കി, പക്ഷെ പാർട്ടി എന്നെ നോക്കിയില്ല. PC ആരെങ്കിലും എന്നെ ഒന്ന് നോക്കുവാടോ? അയ്യോ, ഞാൻ നോക്കിയ പോലെ വേറെ ആരും നോക്കിയിട്ടില്ലല്ലോ. എല്ലാം ഓക്കെ. അങ്ങയുടെ കൂടത്തിൽ ഞാൻ നടന്ന പോലെ വേറെ ആരെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങയെ പിടിച്ച് പീരുമായിട്ട് കൊണ്ടുപോയി. ആ കൊച്ച് ആത്മഹത്യ ചെയ്ത് ഓർക്കുന്നില്ലേ? നമ്മുടെ മൂന്നാറിൽ കൊണ്ടുപോയതാരാ? അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങേ ചുമന്നുകൊണ്ട് നടന്ന ആളാ ഞാൻ. ഞാൻ പറഞ്ഞത് എന്നെ ഒന്നുകൂടി നോക്കിക്കൂടെ? ഇനി എവിടെ വേണേ കൊണ്ടുപോയി. പക്ഷെ വേറെ കാര്യമൊക്കെ വയസ്സ് 94 വയസ്സ് 94 ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, സത്യത്തിന് വേണ്ടി പോരാടുന്നവൻ. ആ സ്നേഹം അദ്ദേഹത്തോണ്ട് യാതൊരു സംശയമില്ല. ഞാൻ ഏത് കാര്യത്തിലും കൂടെ ഉണ്ടാവും. ആ മനസ്സിന് നന്ദി, ആ മനസ്സിന് 1000 നന്ദി. അപ്പോ സർ അടുത്ത വർഷം പടം റിലീസായി കഴിഞ്ഞാലേ ഒരു 10 അവാർഡ് സാറിന് കിട്ടട്ടെ. കിട്ടട്ടെ. അവാർഡുകൾ വാരി വാരി കൂട്ടാൻ ഞാൻ വരും വീണ്ടും വീണ്ടും. ഗിറ്റാർ പിടിച്ചോളൂ സാർ. സാർ പോയിക്കോളൂ സാർ. പൊളിറ്റിക്കൽ അവാർഡ്സ് 2016 അടുത്ത ഒരു സ്പെഷ്യൽ കാറ്റഗറി അവാർഡാണ്. ആ അവാർഡിന് മുമ്പ് നമുക്ക് ഒരാളെ സ്വാഗതം ചെയ്യാനുണ്ട്. സർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PC സർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. മലയാളികളുടെ പ്രിയപ്പെട്ട PC ഇന്ന് ഇവിടെ അവാർഡ് കൊടുക്കാൻ വന്നിരിക്കുന്നത്. എനിക്ക് അവാർഡ് തരാനോ? അല്ല, കൊടുക്കാൻ അത് കൊടുക്കാൻ പോകുന്നത് 2 സിനിമകളാണ് കാറ്റഗറി. ഒന്ന് കലി, മറ്റൊന്ന് മരുഭൂമിയിലെ ആന. ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി മറ്റാരെയുമല്ല സ്വാഗതം ചെയ്യുന്നത്, പൂഞ്ഞാറിന്റെ സ്വന്തം, മലയാളികളുടെ സ്വന്തം PC ജോർജ്. കളിപ്പ് കട്ടക്കളിപ്പ് കളിപ്പ് കട്ടക്കളിപ്പ് പറക്കും പാറി പറക്കും ചെങ്കൊടി കയ്യിലും
എത്ര കിലോ ഉണ്ടെന്ന് തൂക്കി നോക്കണം. സാറിനെ കൊടുത്ത ഈ അവാർഡ് സാറ് തന്നെ കൈകൊണ്ട് കൊടുക്കുക. സാറിനുള്ള അവാർഡ്. താങ്ക് യു. നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൺഗ്രാലേഷൻസ്. എന്ത് പറയാതാ, അവാർഡ് കിട്ടുക എന്നുള്ളതല്ല, പക്ഷെ അതിന്റെ അകത്ത് അവാർഡില് എന്ത് ചെയ്തു എന്നതിലാണ്. അവാർഡ് ആർക്കും കിട്ടാം, അതെ. എന്ത് ചെയ്തിട്ട് അവാർഡ് കിട്ടുക. മൊബൈൽ ഇറങ്ങിയെന്നുണ്ടല്ലോ സാറിന്. റിംഗ്ടോണാ? ഒരു പബ്ലിക് പ്രോഗ്രാം ഹൗസ് ഓഫ് ഇന്ത്യ. അപ്പുറത്ത് ആരാണെങ്കിലും അവന്റെ ചെവി പൊട്ടിക്കാണ് സാർ. പ്ലീസ് സാർ. അത് വേറെയാ, അത് വേറെ നമുക്കിടുള്ള പണിയാ. നമുക്കിട്ടുള്ള പണിയാ. ഇതിന്റെ വലുത് കണ്ടതല്ല നമ്മള്. 10-15 വർഷക്കാലമായിട്ട് ഈ പൂഞ്ഞാറ് കിടന്ന് ഞങ്ങളെ രാഷ്ട്രീയത്തിന്റെ അടിയും തരാൻ നടക്കുന്ന എന്നോടാ പണി. അത് വേറെ കാര്യം, ശരിയല്ലേ? രണ്ടുപേരെ ഒരുമിച്ച് നിർത്തണം. എല്ലാണ്ട് വിശേഷങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നല്ലപോലെ പോകുന്നുണ്ടോ? ജനപ്രവർത്തനം എല്ലാം വളരെ സ്ട്രോങ് ആയി പോകുന്നു. സാർ കിലോ വ്യത്യാസമുണ്ട്. ഒരിച്ചിരി കൂടുതലുണ്ടല്ലേ ഇവിടെ? ഇച്ചിരി കൂടുതലാ. സാറിന് PC ജോർജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഡൂപ്പിൾ വരുന്ന അത്രയും സന്തോഷം. ആ, അവിടെ ഞാൻ പറയുന്ന പോലെ അതേപടി പറയുന്ന പിള്ളേരുണ്ട്. സാറിന് PC ജോർജിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്നെ കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് അത്ര വലിയ നല്ല അഭിപ്രായമൊന്നും നല്ലത് ചെയ്യാം. അഭിപ്രായമൊക്കെ ജനമാണ് തീരുമാനിക്കും. നമുക്ക് ഇപ്പോ ഒരാളെ മിഥുനെ പറ്റി എനിക്ക് അഭിപ്രായം. മിഥുൻ സാധാരണ കേരളത്തിൽ നിന്ന് എല്ലാവരും ദുബായി പോയി ജോലി ചെയ്യും. മിഥുൻ ദുബായിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക ജോലി. അല്ല സാറേ, അതെ, കേരളത്തില് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ കയറ്റി വെക്കുന്നത്. നല്ല കശുവണ്ടി, നല്ല ഏലം, നല്ല കുരുമുളകൊക്കെ കയറ്റി വെക്കുന്ന കൂട്ടത്തിൽ മിഥുനെ കയറ്റി വെച്ചതാണ്. നല്ലൊരു ആങ്കറായിരുന്നു. പക്ഷെ നമ്മളെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുക. അതെ അതെ, ചൈനയുടെ സാധനം അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. പക്ഷെ ഗ്യാരണ്ടി ഇല്ല. മറ്റേ PC ജോർജാ നല്ലത്. എപ്പോഴും അടിച്ചു പോകും. മിഥുൻ നല്ല നിലയിൽ നല്ല ഒരു കേരള സത്യത്തിൽ വളരെ ഏറെ എന്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പ്രസന്റേഷനാണ്. ഇപ്പൊ രണ്ടുപേരെ ഒരുമിച്ച് പറഞ്ഞുവിടാൻ പോവാണ് സാർ. രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നടന്നു പോകുന്നത് നമുക്കൊന്ന് കാണണം. അതെ അതെ, ഒരുമിച്ച് മ്യൂസിക്. പിന്നെ ഞാൻ കൂടെ വരാം. കലിപ്പ് കലിപ്പ്